അതെ, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ജോയിൻ വിത്ത് us. സ്പീക്കൽ അക്കാദമി, തിരുവില്ലാമല റോഡ്, പയ്യന്നൂർ. കഠിനം വേണ്ട, നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി. യെസ്, നൗ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഇറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. വി ഓഫർ കോൺഫിഡൻസ് ബിൽഡിംഗ്, interview skills training, leadership development, and much more to help you speak English fluently and confidently. Our contact number 9497585692. Welcome to all. Bye. ഷൊർണൂരിൽ ദേശീയ ചലച്ചിത്രമേള സയൻസ് ആരംഭം കുറിച്ചു. പ്രശസ്ത അസമീസ് ചലച്ചിത്രകാരി മഞ്ജു ബോറ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മേളയിൽ 100-ലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഷൊർണൂരിന്റെ മണ്ണിൽ ഇനി കാഴ്ചയുടെ വിസ്മയകാലം. ദേശീയ ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയായ സയൻസ് ഷൊർണൂർ അനുരാഗ് തിയേറ്ററിൽ പ്രൗഢഗംഭീരമായി തുടക്കം കുറിച്ചു. പ്രശസ്ത അസമീസ് ചലച്ചിത്രകാരി മഞ്ജു ബോറ മേള ഉദ്ഘാടനം ചെയ്തു. Because I consider documentaries and short films are more challenging than making a feature film. I'm so envious of Pawan. He is here as the city fair chairperson. When he, comes with a very different kind of documentary. As if it is not a documentary what we have the concept of a documentary, but it is a storytelling in a different way, like a feature film, better than feature film. I should not appreciate him in front of him, but I can't help. His documentaries are unique. That is why I like to express few words on documentaries and short films. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അതുപോലെ തന്നെ മറ്റു കലാകാരന്മാരുടെയും ബഹുത്തായ പങ്കാളിത്തമാണ് ഇവിടെ ഉള്ളത്. അവരുടെ ആവിഷ്കാരങ്ങളായിട്ടുള്ള ഡോക്യുമെന്ററികളും ഹ്രസ്വചലച്ചിത്രങ്ങളും ഈ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയുന്ന വിധം ഈ ചലച്ചിത്രമേള ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ ആർട്ടിസ്റ്റിക് ഡയറക്ടർ പ്രേമേന്ദ്ര മജുംദാർ മേളയുടെ പരിപ്രേക്ഷ്യം അവതരിപ്പിച്ചു. എന്ന് പറഞ്ഞ വികാരമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നത്. ഈ ഭക്തിയുടെ പേരിലാണ് ഇവിടെ സാമ്രാജ്യങ്ങൾ തന്നെ ഉണ്ടാകുന്നത്, ആളുകൾ ഭരിക്കുന്നത്. എവിടെ നോക്കിയാലും ഭക്തിയെപ്പറ്റി ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ തകരാറായി. ഒരു കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ ഒരു കള്ളക്കേസിൽ പിടിച്ചാൽ, കൃഷ്ണൻ നായർക്കിട്ട് 2 പൊട്ടിച്ചാൽ കംപ്ലീറ്റ് നായന്മാരെ ചതിച്ചു. ഇപ്പോൾ ഏതോ ഒരു സർദാർജി കോൺഗ്രസിൽ നിന്ന് ചാടി അപ്പുറത്ത് പോയതിന് സർദാർജിയെ പിടിച്ച് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ സർദാർജിമാർക്കെതിരെ ഇത് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ നടന്നു. അപ്പം ഈ രീതിയിൽ മനുഷ്യൻ അല്ലാത്ത എന്തൊക്കെയോ ആണ് നമ്മുടെ ഇടയിൽ തിരിഞ്ഞു കളിക്കുന്ന പല ആളുകളും. ഇവരുടെ ഇടയിൽ വെച്ചാണ് നമ്മൾ ഈ ചെറിയ സ്പേസിൽ ചെറുപ്പക്കാരുടെ ഒരുപാട് താല്പര്യങ്ങൾ മുന്നിൽ വയ്ക്കുന്ന, ഒരുപാട് റെവല്യൂഷണറി ഐഡിയാസ് കൊണ്ട് സിനിമയിലും കൊണ്ടുവരുന്ന, ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം കൊച്ചു കൊച്ചു ഫെസ്റ്റിവൽസ് നടക്കുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന സ്പേസ് ചുരുങ്ങി നമുക്ക് സ്പേസ് ഇല്ല എന്നൊരവസ്ഥ വരും. അടുത്ത വർഷം നമ്മൾ ഇങ്ങനെ നടത്തുമ്പോൾ ഇത്രയും സ്ഥലം ഉണ്ടാവില്ല. ഈ സ്ഥലം കുറേ കൂടി കുറഞ്ഞു കാണും. കാരണം ബാക്കി സ്ഥലത്തൊക്കെ ഭക്തി കയറി കാണും. അപ്പോൾ ഭക്തിയില്ലാത്ത ഏരിയാസ് നോക്കിയിട്ട് വേണം നമുക്ക് മനുഷ്യനെ കണ്ടെത്താൻ. ഇതാണ് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ അവസ്ഥയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. ഫിലിം ഫെസ്റ്റിവൽസ് ഒരിക്കലും നമ്മളതിനെ തരംതാഴ്ത്തി കാണുകയല്ല. ഇപ്പോൾ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ ലോകം കണ്ടാൽ എൻ്റെ ഈ പരിചയത്തിൽ കണ്ട ഏറ്റവും വലിയ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് പ്രേമനറിയാം, നൈറ്റ് ആൻഡ് ഫോഗ് എന്ന് പറഞ്ഞ സിനിമ അലൻ റെനയുടെ നൈറ്റ് ആൻഡ് ഫോഗ് കണ്ടപ്പോൾ ട്രൂഫോ പറഞ്ഞത് 30 minutes of this documentary erases the memory of all other cinema. ഒരു 30 മിനിറ്റ് സിനിമയ്ക്ക് മറ്റ് എല്ലാ സിനിമകളുടെയും ഓർമ്മ പോലും ഇല്ലാതാക്കാൻ കഴിയും. അതാണ് ഡോക്യുമെൻ്ററിയുടെ കഴിവ്. അത്തരം ഡോക്യുമെൻ്ററികൾ ഇനിയും ഉണ്ടാവട്ടെ. ഫെസ്റ്റിവൽ ചെയർമാൻ ടി വി ചന്ദ്രൻ, മണിപ്പൂരി ചലച്ചിത്രകാരൻ ഹോബം പവൻകുമാർ തുടങ്ങി പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും നിരൂപകരും ചടങ്ങിൽ സംബന്ധിച്ചു. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മേളയിൽ 100-ലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. മത്സര വിഭാഗത്തിലെ മികച്ച ചിത്രങ്ങൾക്ക് വെങ്കല ശില്പവും പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കും. ഫെബ്രുവരി 10 വരെയാണ് മേള നീണ്ടുനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.